ഹായ് ഹലോ നമസ്കാരം. വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് ഒരു ചമ്മന്തി റെസിപ്പിയാണ്. ചമ്മന്തി അത് വറുത്ത ഉള്ളി ഇട്ടിട്ടാണ് ചമ്മന്തി ഉണ്ടാക്കുന്നത്. അതായത് ഫ്രൈഡ് ഓണിയൻ ചട്നി എന്നാണ് അതിനെ പറയുക. അത് ഇഡ്ലിയുടെ കൂടെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കള്ളപ്പം, ആപ്പം, അതിന്റെ കൂടെയൊക്കെ സൂപ്പർ ആയിരിക്കും. അപ്പൊ ഞാൻ ഇന്നലെ സിമ്പിൾ ആയിട്ടുള്ള കള്ളപ്പവും ആ ഒരു ചട്നിയുമാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോ ഈ ഒരു വീഡിയോയില് നിങ്ങൾക്ക് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഒരു ഫൈൻ ഡൈനിങ്ങിലൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെങ്ങനെയാണ് സാധാരണ നമ്മൾ കഴിക്കുന്ന ഒരു ഭക്ഷണത്തിനെ തന്നെ രണ്ട് രീതിയിലാണ് റെസ്റ്റോറന്റുകാർ പ്രസന്റ് ചെയ്യുക. ഒന്ന്, ഒരു നോർമൽ റെസ്റ്റോറന്റിലേക്ക് പോകുന്ന സമയത്ത് ഒരു പ്ലേറ്റിൽ അല്ലെങ്കിൽ ഒരു ഇല വെച്ചിട്ട് അതിൽ സാധാരണ മാതിരി വിളമ്പിയിട്ട് നമുക്ക് ബൗളിൽ തരും. നേരെ മറിച്ച് ഒരു ഫൈൻ ഡൈനിങ് പോകുന്ന സമയത്ത് അതിന്റെ ഡെക്കറേഷൻസും അതിന്റെ ആ ഒരു രീതിയും എല്ലാം തന്നെ മാറും അല്ലെ. അപ്പോ മനുവിന് എപ്പോഴും അങ്ങനെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതായത് സാധാരണ പോലുള്ള ഒരു ഫുഡാണെങ്കിലും ആ ഫൈൻ ഡൈനിങ് എഫക്റ്റിൽ കഴിക്കാൻ അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോ ഞാൻ വിചാരിച്ചു അവനെ ഒന്ന് സർപ്രൈസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതില് നിങ്ങൾക്ക് ഒരു ഫൈൻ ഡൈനിങ്ങിൽ എങ്ങനെയായിരിക്കും ഒരു കള്ളപ്പം വിത്ത് ഈ ഒരു എന്താ പറയാ റോസ്റ്റഡ് അനിയൻ ചട്നി, അതായത് ഫ്രൈഡ് ആനിയൻ ചട്നി എങ്ങനെ പ്രസന്റ് ചെയ്യും എന്നുള്ളത് കാണിച്ചിട്ടുണ്ട്. വീട്ടിലും അങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്തോളൂ, വലിയ മെനക്കേടൊന്നും ഇല്ല. യെസ്, അപ്പൊ ഇതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ വരൂ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കള്ളപ്പം ഒക്കെ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഞാൻ ഈ ഒരു പാൻ കേക്കിൻ്റെ ഒരു ദോശക്കല്ലിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഒറ്റയായിട്ട് കട്ടിക്ക് എടുക്കുന്നതിന് പകരം ഇതുപോലെ ചെറുതായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ടേസ്റ്റിൽ, അതേമാതിരി കുട്ടികൾക്ക് പിടിച്ച് കഴിക്കാനൊക്കെ സൂപ്പറായിരിക്കും. അപ്പോൾ മാക്സിമം ഞാൻ കള്ളപ്പമൊക്കെ ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കാറുള്ളത്. സാധാരണ കള്ളപ്പത്തിൻ്റെ എങ്ങനെയാണോ അപ്പത്തിൻ്റെ അത് അതേപോലെ തന്നെയാണ്, നോ ചേഞ്ച്. എല്ലാവരും എങ്ങനെയാണോ ഉണ്ടാക്കാറുള്ളത് അതേ ബാറ്റർ തന്നെ, നോ ചേഞ്ച്. ഇനി നമുക്ക് ഫ്രൈഡ് ആനിയൻ ചട്നി ഉണ്ടാക്കാം. അതിന് ഞാൻ തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു പിടിയോളം ഞാൻ വറുത്ത നിലക്കടല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതാണ് ഫ്രൈഡ് ആനിയൻ. ഈ ഫ്രൈഡ് ആനിയൻ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ബിരിയാണിക്കൊക്കെ വറുത്ത് കോരണ മാതിരി 1 കപ്പോളം ഉള്ളി വറുത്ത് കോരി എടുക്കുക. എന്നിട്ട് നല്ലപോലെ അരച്ചിട്ട് ഇതുപോലെ നിങ്ങൾക്ക് ഒരു ചട്നി കിട്ടും. ആ ഒരു ഇതിലേക്ക് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നു. എന്നിട്ട് വെളിച്ചെണ്ണയിൽ നമ്മൾ കടുക്, ജീരകം, അതേമാതിരി തന്നെ ഉഴുന്നുപരിപ്പ്, വറ്റൽമുളക് ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ല പോലെ അതിനെ ഒന്ന് ഫ്രൈ ചെയ്യുക. കരിവേപ്പില ഇടണ്ട. എന്താ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഗാർണിഷിൽ കരിവേപ്പില വെക്കും, അതുകൊണ്ട് കരിവേപ്പില ഇതിൽ ഇടേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഇത് നല്ല പോലെ ഒന്ന് അതിലേക്ക് ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുക. ഇനി നമ്മൾ മനുവിനെ സർപ്രൈസ് ചെയ്യാൻ ആ ഒരു ഫൈൻ ഡൈനിങ് സ്റ്റൈലിൽ എന്താ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ഇല വെച്ചിട്ടുണ്ട്, അതിൻ്റെ മുകളിലേക്ക് ഒരു ബ്ലാക്ക് കളറായിട്ടുള്ള ഒരു പ്ലേറ്റാണ് വെക്കണത്. ഇനി നമ്മൾ നമ്മുടെ ചട്നി എടുത്തിട്ട് 1 സ്പൂണ് ആ പ്ലേറ്റിൻ്റെ നടുവിലേക്കായിട്ട് വെച്ച് കൊടുത്തിട്ട് ആ സ്പൂണിനെ ബാക്കിൽ വെച്ചിട്ട് ഒന്നിങ്ങോട്ട് വലിക്കുക. മനസ്സിലായോ? അപ്പോൾ ആ ഒരു നല്ല ഷേപ്പ് അങ്ങോട്ട് കിട്ടും. ഓക്കെ, ഇതുപോലെ ഉള്ളതാണ് അവർ സോസ് പ്ലേറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, എന്നിട്ട് അതിലേക്ക് കരുവേപ്പില വെച്ച് കൊടുക്കുക. എന്നിട്ട് 2 ചുവന്ന പച്ചമുളകിൻ്റെ ഇത് കട്ട് ചെയ്തിട്ട് ഞാനൊരു ഡെക്കറേഷന് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ സാധാരണ പോലെ കള്ളപ്പം അറേഞ്ച് ചെയ്യുക. അപ്പോൾ എന്നിട്ട് ഈ കള്ളപ്പത്തിൻ്റെ മുകളിൽ നമ്മൾ ഫ്രൈഡ് ആനിയൻ ഉണ്ടല്ലോ, നമ്മുടെ വറുത്ത ഉള്ളി ഉണ്ടല്ലോ, അതിനെ പൊടിച്ചിട്ട് ഇതിൻ്റെ മുകളിലിടുക. അപ്പോൾ ആൾക്കാർക്ക് കഴിക്കുന്ന സമയത്ത്, സെർവ് ചെയ്യുന്ന സമയത്ത് ഇവർ ഫോക്ക് ആൻഡ് സ്പൂൺ യൂസ് ചെയ്തിട്ടാണല്ലോ കഴിക്കുക. അപ്പോൾ ആ ഫോക്ക് ആൻഡ് സ്പൂണിൽ നമ്മൾ ഇതിനെ കട്ട് ചെയ്ത് ആ ഫ്രൈഡ് ഓണിയനും കൂടി ഒരു പീസ് വന്നിട്ട് ഇതിനെ ഈ ഒരു ചട്നിയിലേക്ക് ഇങ്ങനെ കോരിയിട്ടാണ് ആ സമയത്ത് കഴിക്കുക അവർ. അപ്പോൾ ഇതുപോലെ ആണ് നോർമലായിട്ടുള്ള രീതിയിൽ ഉള്ള നമ്മുടെ ഭക്ഷണങ്ങൾ ഒരു ഫൈൻ ഡൈനിങ്ങിൽ വരുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു ചേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആ ഒരു ആൾക്ക് തന്നെ ഇത് കഴിക്കാൻ കൊടുക്കാം. Serve the fine dining style, sir. I didn't expect this. But actually Normal kallapam served with looks really nice. fried onion chutney. Man, it's good. It's amazing to taste. Thank you. How about you, sir? Can you share? Thank you. Very crispy. So,
സാധാരണ കള്ളപ്പം വിത്ത് ഫ്രൈഡ് ഓണിയൻ ചട്നി പ്രസന്റഡ് ഇൻ എ ഫൈൻ ഡൈനിങ് വേ. അത് ആണ് ഇത്. ഓക്കെ, ഇതാണ് നമ്മൾ ഫൈൻ ഡൈനിങ്ങിൽ പോകുന്ന സമയത്ത് ചില സമയങ്ങളിൽ നമുക്ക് കിട്ടാറുണ്ട്. ഇനി നമ്മുടെ നാടൻ രീതി എന്താണ്? നാടൻ രീതി, ചട്നിയുടെ പാത്രം എടുക്കുന്നു, കള്ളപ്പം എടുക്കുന്നു. ഓസം ടേസ്റ്റാണ്. എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കണം, നിങ്ങൾ ഉണ്ടാക്കി നോക്കണം, അടിപൊളിയായിട്ട് ഇഷ്ടമാവും. ഓക്കെ, അപ്പോൾ ഞങ്ങൾ കഴിക്കട്ടെ.